വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. കുറേ കാലത്തിന് ശേഷമാണ് ഒരു ചെറിയൊരു വ്ളോഗുമായിട്ട് വരുന്നത് കേട്ടോ. സംഭവം ഇത് ഞാൻ കുറേ മുമ്പ് പോയിട്ടുണ്ടായിരുന്ന ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഷോപ്പിംഗ് അല്ല, നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാൻഹോമിൽ പോയിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതുപോലുള്ള ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് ഇതുപോലെ ഡെക്കോർ പീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കൽ ആണ് മെയിൻ പണി കേട്ടോ. പക്ഷേ ഇന്ന് നമ്മളവിടെ പോയ സമയത്ത് ഇതുപോലുള്ള ഗോൾഡൻ മെറ്റൽ ഫ്രെയിംസ് കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല ഓഫറിൽ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നോർമലി ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവലുണ്ട് ഇവിടെ. ഇപ്പം നാട്ടിലാണെങ്കിലും കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതൽ തന്നെയാണ്. ഇതുപോലുള്ള ഹോം സെൻറ്റർ അല്ലെങ്കിൽ ഇത് പാൻഹോമോ ഒക്കെ പോകുന്ന സമയത്തും അവിടെ കൂടുതലും നമ്മളിങ്ങനെ ഐക്യമൊക്കെ ആണെങ്കിലും ചില ഏരിയ ഒക്കെ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളതൊക്കെ എനിക്ക് നമ്മളിപ്പോൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും എനിക്ക് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെയിനായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഡെക്കോർ പീസ് ഏരിയകളിലാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. വെറുതെ ഇങ്ങനെ നോക്കും ഓരോന്നിൻ്റെ റേറ്റൊക്കെ. ഈ സമയത്ത് ഇവിടെ പല ഐറ്റംസിനും നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഒരു 1 ഇയർ മുമ്പാണ്. അപ്പം ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, പക്ഷേ ഉണ്ടാവാൻ ചാൻസൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പുതിയൊരു പാൻഹോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ നമ്മൾ മെയിനായിട്ട് കുറച്ച് ഐറ്റംസ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെയുള്ള ഈ ഒരു സെക്ഷൻ തന്നെ ഫുൾ വെറൈറ്റി ഓഫ് ക്ലോക്കാണ് കേട്ടോ. ഇത് നമ്മൾ നോർമലി കാണുന്നതല്ല കേട്ടോ, ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിലുള്ള ടൈപ്പ് ക്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് ലൈറ്റിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. പിന്നെ ഇത് നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കണ്ടുവരുന്ന വാൾ ഷെൽഫ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഏരിയ മെയിനായിട്ട് ഞങ്ങൾ വന്നത് TV യൂണിറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിനെക്കാട്ടിൽ അധികം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അന്നപ്പം നമ്മൾ പിന്നെ ഓൺലൈനും കൂടെ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഓൺലൈനിൽ കുറച്ചും കൂടെ ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എന്തായാലും ഇവിടെ ഫുള്ളൊന്ന് കറങ്ങി കാണാമെന്നുള്ള രീതിയിലാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പം അത് ഏതൊക്കെ വാങ്ങിയെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഒത്തിരി ഇതുപോലെ വാൾ ഫ്രെയിംസ് ആണ്, ഇതുപോലെ മാക്രൈം ത്രെഡും ഇതുപോലെ ജൂട്ടൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വാൾ ഫ്രെയിംസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ഞാൻ മെയിനായിട്ട് പോകാൻ കാരണം നമുക്ക് എന്തെങ്കിലും ഇതിൽ ഐഡിയാസ് കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അങ്ങനത്തെ ഒത്തിരി ഐഡിയാസ് നമ്മൾ വീഡിയോസിൽ ചെയ്യാറുണ്ട്, ഇതുപോലെ ഷോപ്പിലൊക്കെ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉള്ള. പിന്നെ ഇത് കിഡ്സിൻ്റെ ഏരിയ ആണ്. അതിൽ മെയിനായിട്ട് ഇതുപോലെ കാർബെഡ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. അതൊക്കെ ഒത്തിരി കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു കാർബെഡ് വാങ്ങിക്കാൻ. നമ്മളൊന്നായിട്ട് ഇപ്പം 1 BHK ആണെങ്കിൽ കൂടെ നമുക്ക് സ്പേസ് അത്ര ഇല്ലാത്തതുകൊണ്ടാണ് ബെഡ് വാങ്ങിക്കാത്തത്. കാരണം ഇത് വീഡിയോയിലും ഫോട്ടോയിലൊന്നും കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല സ്പേസ് വേണം അതിന് കേട്ടോ. ഇത് യൂണിക്കോൺ തീമിൽ വരുന്ന ഒരു ഡിസ്പെൻസറാണ് കേട്ടോ. ഇത് നമുക്ക് കിഡ്സിൻ്റെ അല്ലെ ഗേൾസിൻ്റെ ഒക്കെ റൂമിലേക്കൊക്കെ വെക്കാൻ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ക്ലോക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ റൂമിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ തീമിലാണുള്ളത്. പിന്നെ ഈ ഏരിയയിൽ ഈ ഒരു ക്ലോക്ക് എനിക്ക് ഒരു വെറൈറ്റി ആയി തോന്നിട്ടോ, കാരണം ഞാനിതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കിച്ചണിലേക്കൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലോക്കാണ്.
ഇതുപോലത്തെ ഓർഗനൈസിങ് ബോക്സസും അതുപോലെ ബാസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ്. കൂടുതലും ഇതുപോലെ ജൂട്ട്, ഇതുപോലെ നാച്ചുറൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഫാബ്രിക്കിൻ്റെതും ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് പല സാധനങ്ങളും നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൂമിനാണെങ്കിലും ഒക്കെ വേറൊരു ഭംഗിയും കൊടുക്കും. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ രാവിലെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് വാങ്ങിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് തിരിച്ചു പോവാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് ചെറിയൊരു അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഇത് ഒത്തിരി സൈസിൽ അവൈലബിൾ ആണ്, പല സൈസിലും അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിതുപോലെ സ്റ്റാക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. പ്രത്യേകിച്ച് ക്രാഫ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കിഡ്സിനൊക്കെ, കിഡ്സിൻ്റെ ടോയ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബുക്സും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ഇതുപോലെ സ്മോൾ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് പല സൈസിലുള്ളത് അവൈലബിൾ ആണ്. ഞാൻ ചെറിയൊരു സൈസിൽ ഉള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്, മീഡിയം സൈസ്. പക്ഷേ 5 ടയർ വരുന്നതാണ് വാങ്ങിച്ചിട്ടുള്ളത്.
ഇതിൽ നല്ലൊരു മാനുവൽ ഉണ്ട് കേട്ടോ, പിക്ചറൈസ് ചെയ്തിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നോക്കി ഓരോ സ്റ്റെപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ നല്ല ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഈ സെയിം സംഭവം ഞാൻ UAE നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, പക്ഷേ ഇത് ഇന്ത്യയിലും ഒത്തിരി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിലും കൊടുക്കാം, കുറച്ച് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊരു മാഗ്നറ്റ് ടൈപ്പാണ് കേട്ടോ വരുന്നത്, അതുകൊണ്ട് തന്നെ ഡോറ് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ സ്കൂളൊക്കെ ഓപ്പൺ ആവാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നെയിം സ്ലിപ്സ്, അതുപോലെ ബുക്സിൻ്റെയും അതുപോലെ സപ്ലൈസിൻ്റെതും, അതല്ല ബുക്സിൻ്റെ മാത്രമാണെങ്കിലും സപ്ലൈസിന് മാത്രമാണെങ്കിലും അവൈലബിൾ ആണ് നമ്മൾ ഇന്ത്യയിൽ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം. അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ ഫുൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഗാസി അതുവരെ അതിൽ കളിച്ചുകൊണ്ടിരുന്നതായിരുന്നല്ലോ, അപ്പം ഞാനത് ഫുൾ എടുത്ത് മാറ്റിയപ്പം അവന് ഫുള്ള് കച്ചറാക്കുകയാണ്, അവനതിന് ഇങ്ങനെ കളിക്കാൻ വേണമെന്നുള്ളത്. അങ്ങനെ
ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് വെക്കാൻ വിചാരിക്കുന്നത് എൻ്റെ അടുത്തുള്ള ഇതുപോലെ ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഗിഫ്റ്റൊക്കെ UAE ഡെലിവറി ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബോക്സും കാര്യങ്ങളും. ഇത് സംഭവം നമ്മൾ എത്ര വാങ്ങി വെച്ചാലും എന്താ പറയുക, സ്പേസ് ഉണ്ടാവാറില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ടൈപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഓരോ ബോക്സിലും കൊള്ളാവുന്നത് ഇതുപോലൊക്കെ എടുത്ത് വെക്കാറാണുള്ളത്, ഒന്നിൻ്റെ ഉള്ളിലൊന്ന് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അല്ലാത്തത് വേറെ എവിടെയെങ്കിലും വെക്കണം. ഫുള്ള് ഇതിൽ കൊള്ളില്ല കേട്ടോ. അപ്പം ബാക്കി ഇതിൽ കൊള്ളുന്നത്ര ഇതിൽ വെക്കാം. പിന്നെ അല്ലാതെ കുറച്ച് ചില്ലറ ഐറ്റംസൊക്കെ നമുക്ക് ആ ഒരു ഷെൽഫിൽ വെക്കാനുണ്ട്. ഇതുപോലെ നമ്മുടെ ഫോയിലിംഗ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ കുറച്ച് ഗിഫ്റ്റ് വാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ നിക്കാഹിനാമൻ്റെ കോർണേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള അക്രലിക്കിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് ഞാനിപ്പം നമ്മൾ പ്രിൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓരോ ഒഴിഞ്ഞ് ഇപ്പോൾ ബ്ലാങ്കായി കിടക്കുന്ന പോർഷനിലൊക്കെ ഇതുപോലെ സ്റ്റിക്കേഴ്സ് ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കലുണ്ട്, നമ്മൾ എന്തെങ്കിലും പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പം ഇത് ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കളക്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ വാക്സിയിലാണ്. ഇത് ആക്ച്വലി ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ, അല്ലാതെ നമ്മൾ തന്നെ ചെയ്യാറുമുണ്ട്. പിന്നെ ഇതും നമ്മുടെ വെഡ്ഡിങ് കാർഡ്, ഇപ്പം പാസ്പോർട്ട് ടൈപ്പ് വെഡ്ഡിങ് കാർഡിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്ലൈറ്റിൻ്റെ ആ ഒരു അക്രലിക് കട്ടിംഗ് ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വെഡ്ഡിങ് കാർഡിലൊക്കെ ചെയ്യുന്ന ഒരു പിന്നും കാര്യങ്ങളുമാണ്. അപ്പം ഇങ്ങനെയുള്ള അല്ലറച്ചില്ലറ കുറച്ച് സംഭവങ്ങളാണ് എനിക്ക് മെയിനായിട്ട് അതിൽ വെക്കാനുള്ളത്. പിന്നെ ഇതും നിക്കാഹിനാമേൽക്കുള്ള ബോർഡറും കാര്യങ്ങളുമാണ് കേട്ടോ. ഇത് ഞാൻ ഒരേ ടൈപ്പ് ഉള്ളത് കുറച്ച് അധികം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൽ കാര്യമായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ ഇതിൽ നമ്മുടെ ഇങ്കിൻ്റെ കുറച്ച് ബിസിനസ് കാർഡും അതിൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിലേക്ക് എടുത്ത് വെക്കാനുള്ളത്. അങ്ങനത്തെ ഷെൽഫുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ വർക്കിൻ്റെ സമയത്ത് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെയാണ് നമ്മൾ അതിലേക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ അതുപോലെ കുറച്ച് വലിയ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതല്ല ഫിറ്റല്ല. അപ്പം ഇത് അല്ലാതെ വേറൊരു ഷെൽഫിലെടുത്ത് വെക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇത് ഫൈനലി നമ്മൾ 75K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള ഈ ഒരു 75K ആൾക്കും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക്